ഹലോ ഗായ്സ്, അപ്പം നമ്മള് എമ്പുരാൻ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നാളെ എമ്പുരാന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുന്നൊക്കെ കേട്ട് അത് അതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് കാണണം. അപ്പോൾ ഞങ്ങള് ഇന്ന് ഡേറ്റ് പറഞ്ഞു കൊടുക്കുക. ഇന്ന് ഡേറ്റ് ഇന്ന് 31 31/3/2025 ഇന്ന് നമ്മൾ പോവാണ്. 2 മിനിറ്റിന്റെ സീന് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പെരുന്നാൾ ദിനത്തിൽ. പക്ഷെ എന്തോ അതിന്റെ സെൻസറിന്റെ സംഭവം എത്തിയിട്ടില്ല, അതുകൊണ്ട് നാളെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞേ. പക്ഷെ മെയിൻ സാധനങ്ങൾ 2 ദിവസം കൊണ്ട് കട്ടാവും. അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ പോയി കട്ടാവില്ല എന്നുള്ളത് കണ്ടതിന് ശേഷം അഭിപ്രായം പറയാം. എന്തായാലും ഇപ്പൊ ഇറങ്ങിയിട്ട് 2-3 ദിവസമായി, 3 ദിവസം കഴിഞ്ഞില്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് റിവ്യൂസ് ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇപ്പം സൂപ്പർ നല്ല പടമാണ്, നല്ല പടമാണ്, സൂപ്പർ പടം. ആ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിനിമ ഇല്ല. അപ്പോൾ ആള് കണ്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കാണാൻ വേണ്ടി പോകണേ. നമ്മളൊരു റിവ്യൂ അല്ല, ഇപ്പം തന്നെ ഒരുപാട് റിവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. പലരും ആവറേജ് അല്ല 50-50 ലെവലൊക്കെയാണ് അഭിപ്രായങ്ങൾ. 50% ആളുകൾ നന്നായി എന്ന് പറയുന്നുണ്ട്, 50% ആളുകൾ പോരാറുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരുപാട് ഹൈപ്പ് കയറിയിട്ട് അത് കണ്ട് ചിലവർക്കൊക്കെ ഒന്ന് ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടാവാം മേ ബി അല്ലേ. അപ്പം ഞാൻ പടം കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ലൂസിഫർ ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ എമ്പുരാൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം അല്ലേ. ഓക്കെ, പോവാനായി. അപ്പോൾ ഞാൻ റമീഷ ഫാരിസ് ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് പടത്തിന് പോണത്. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ഒരു ആസ്വാദകൻ എന്ന നിലയിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയും. ഓക്കെ ഗൈസ്, നമ്മളെ പടം എടപ്പാള് ശാരദ തിയേറ്ററിലാണ്. അപ്പോൾ ഇപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പടം 9:30 അല്ലേ, 9:30 അരമണിക്കൂറിൽ നമ്മൾ എടപ്പാൾ എത്തണം. എത്തുമായിരിക്കും. അതിൻ്റെ ഇടയിൽ ഫാരിസ് ഉണ്ട്. ഫാരിസ് അവൻ്റെ വണ്ടിയായിട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ 3 പേരെ ഒരു അഭിപ്രായം, ജെന്യൂനായിട്ടുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ഒരു ആസ്വാദകൻ എന്ന നിലയിൽ നമ്മൾ പറയും. ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആ പടം ഇറങ്ങിയതിനു ശേഷം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിനെ പറ്റിയിട്ട് പടം നമ്മൾ എന്തായാലും കാണാം. പടം എന്തായാലും എന്താണെങ്കിലും പഠനം സിനിമ തന്നെ കാണാൻ പറ്റണം. ഒന്നും പറയുന്നില്ല പടത്തിനെ പറ്റിയിട്ടോ അല്ല പടത്തിന്റെ കണ്ടന്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു പടം എന്ന നിലയിൽ, ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ അതിന്റെ ഒരു അഭിപ്രായം നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത്, ഒരു 10-ൽ എത്ര മാർക്ക് കൊടുക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ഞാനും ഫാരിസ് റമേഷും ആ പടത്തിന് 10-ൽ എത്ര മാർക്ക് കൊടുക്കും എന്നുള്ളത് തരുന്നുള്ളത് ലാസ്റ്റ് വീഡിയോ പറയൂ കേട്ടോ. അപ്പോൾ ഇനി വരുന്ന നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് പടത്തിൻ്റെ ചെറിയൊരു ഐഡിയ ഞാൻ ഇഷ്ടപ്പെടില്ല എന്നുള്ളത് നമ്മളെ ഓരോരുത്തരുടെ ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ എല്ലാവരുടെ ടേസ്റ്റിനനുസരിച്ച് ചിലപ്പോൾ ഓക്കെ ആവാൻ ചാൻസ് ഇല്ല. നമ്മൾ നോക്കി നോക്കാം. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ പറയാം. അങ്ങനെതാ ഫാരിസ് എത്തിയിട്ടുണ്ട്. ഫാരിസെ, യു ആർ എക്സൈറ്റഡ്? ഞാൻ അത്ര എക്സൈറ്റഡ് ഒന്നുമില്ല, എനിക്കൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഇനി കണ്ടു തുടങ്ങിയിട്ട് ഇൻട്രസ്റ്റ് മാറുമെന്ന് അറിയില്ല. ഫാരിസ് ഉറങ്ങാൻ വന്നതാണോ? ഞാൻ ഉറങ്ങാൻ വന്നതാ, ഫ്രണ്ടിലാ കിട്ടിയാണ്. അതെ, ഈ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ കണ്ടിട്ട് ഒരു ആസ്വാദകൻ എന്ന നിലയിൽ 10-ൽ എത്ര മാർക്ക് കൊടുക്കും എന്നുള്ളത് പറയണം. ഓക്കെ. അപ്പോൾ നമ്മളിതാ ശാരദ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പടം കാണാം, നോക്കി നോക്കാം. ആൾക്കാരുണ്ട് ഇവിടെ, നമുക്ക് അത് എടുത്തോണ്ടോ. നമ്മളിവിടെ എപ്പോഴെത്തി? 9:23 നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തില്ലേ? ടിക്കറ്റ് അപ്പൊ റമീഷയുടെ വകയായിരുന്നു ടിക്കറ്റ്. ശരിയാണ്, ഫുൾ സ്പോൺസർ. ഇതുവരെ ബാക്കിയോ ബാക്കി ഒക്കെ ഇതിലാണോ? ഒക്കെ ഒന്നില്ലേ. ഇവിടെ തണവ് വേണ്ട, ഇവിടെ തണവ് വേണം. മീഡിയം ഇത് മതി. ഓക്കെ. അപ്പൊ റമീഷയുടെ വക ടിക്കറ്റായി, വെള്ളമായി. ഇനി പോപ്കോൺ ഉണ്ടോ? ഇല്ല. തിയേറ്ററിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി സ്ക്രീൻ വെള്ളം മാമാടെ വകയാണ്. സ്ക്രീൻ നമ്പർ 1. റമീഷ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടാവും. കട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് വരാൻ പാടില്ല. എനിക്ക് എന്താ സീന് അറിയില്ല.
മോഹൻലാലിന്റെ ഒരു കിടിലൻ ഫോട്ടോ കൂടെ ഇരിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ നടക്കി ക്യാമറ ഗൈസ് ഇപ്പോൾ നമ്മളിപ്പോൾ ശാരദയിലാണ് ഉള്ളത്. ഞങ്ങൾക്ക് എന്തായാലും കേറട്ടെ ഞാൻ വളരെയധികം റമീഷ് പറയണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ശേഷം ആളുകളുടെ റിവ്യൂ എടുക്കണം എന്നൊക്കെ പറയാം. റിവ്യൂ എടുക്കണം. മറ്റു ചങ്ങായി പോലെ നോക്കാം. അത് ഞങ്ങളുടെ അഭിപ്രായം ആറാട്ടെണ്ണന്റെ മാതിരി കൂട്ടാ. അടുത്ത ആറാട്ടെണ്ണനാക്കണം റമീഷ്. മോനെ റമീഷ് പേരില്ല. അത് മതി. നോക്കട്ടെ ഗൈസ്. മോഹൻലാലിന്റെ പടം അറിയപ്പെടുന്നത് രണ്ട് എന്താണോ ഇയാൾക്ക് ഗോഡ് ആക്സസ് എന്ന കോഡ് നെയിമുള്ള നമ്മള് ഇന്റർവെല് വരെ കണ്ടു അല്ലേ? എന്താ പറയാള്? എടാ എനിക്കൊരു ഇതായി തോന്നി ഈ ആൾക്കാർക്ക് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഈ പഴയ കാര്യങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ നമ്മള് ആസ്വാദകരാണ്, അത് മാത്രം പറഞ്ഞാൽ എന്നാലും ഞാൻ പറയും. കാരണം ഇങ്ങനൊക്കെ നടന്ന സ്ഥിതിക്ക് ഞാൻ പറയും. പറയണ്ട. അതല്ല ഈ സംഭവം വേറൊരു കാര്യം പറയാണ്ട്. ഇത് തിയേറ്ററിൽ വേറെന്താ? ശാരദ. ഇത്രയും വൃത്തികെട്ട ഒരു തിയേറ്റർ. കാര്യം തിയേറ്ററിൽ മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യം നല്ല ബാത്റൂമാണ്. ഇത് തിയേറ്ററിൽ നിന്ന് ഇന്റർവ്യൂവിന് മുള്ള ഇറങ്ങിയതിനു ശേഷം ആരെങ്കിലും ബാത്റൂമിൽ പോയി വരുമ്പോഴത്തേനും പടം ബാക്കിയുള്ളത് കഴിഞ്ഞിട്ടുണ്ടാവും. ഹാഫ് ടൈമിന് ഇറങ്ങി കഴിഞ്ഞാൽ അതൊന്നും വേണ്ട. നല്ലൊരു ബാത്റൂം വെച്ചുള്ളൂ. എന്താ പ്രശ്നം? പണ്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോ ചിലവർക്ക് കൊള്ളേണ്ടവർക്ക് കൊള്ളുമ്പോ എന്താ ചെയ്യണത്? അത് വേണ്ട പറയാം. ഇതൊന്നും ഞാൻ ഇടില്ല. അപ്പൊ ഗൈസ് നല്ലൊരു ബാത്റൂം നിങ്ങൾക്ക് ചെയ്തൂടെ? അങ്ങനെ ഗൈസ് നമ്മള് ആ ഒരു പടം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഓരോരുത്തരോടായിട്ട് ചോദിക്കാം. ആദ്യം തന്നെ റമീഷയുടേക്ക് കടന്നു വരാം. റമീഷ 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 10-ൽ 10 കൊടുക്കാം. ഓക്കെ. പാരിസോ? 10-ൽ 10 കൊടുക്കാം. ഗൈസ് ഞാൻ ഓപ്പണായിട്ട് പറയാം, 10-ൽ 10 മാർക്ക് തന്നെ ഞാനും കൊടുക്കും. നല്ല എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. നല്ലൊരു പടം തന്നെയാണ്. ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ കണ്ടിരിക്കാം. എവിടെയോ ഒരു ഷോക്കായിട്ട് നമുക്കൊന്നും തോന്നിയില്ല. പിന്നെ സോഷ്യൽ മീഡിയ ഫസ്റ്റ് ഹാഫ് ആട്ടോ എനിക്ക് രണ്ടും എനിക്ക് മൊത്തത്തിൽ അടിപൊളിയായി. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പറയണമെന്നില്ല. കുറെ പേര് റിവ്യൂ പറയണവരൊക്കെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എന്തേലൊക്കെ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ എനിക്ക് തോന്നിയത്. അപ്പൊ എന്തായാലും എല്ലാവരും ഒരു സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും പടം കാണുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരല്ലേ? ഓക്കെ, ബൈ ഗൈസ്. ഈ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. പടം കഴിഞ്ഞിറങ്ങിയതിൻ്റെ തിരക്കിൽ, വീട്ടിൽ പോകേണ്ട തിരക്കിൽ പറയാൻ വിട്ടുപോയതാണ്. പടം കണ്ടുകൊണ്ടിരിക്കുമ്പം എനിക്ക് മൈൻഡിൽ പറയാൻ വേണ്ടി തോന്നിയ ഒരു പോയിൻ്റാണ് ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മളെ കേരളത്തിൽ നിന്ന് ഇത്തരത്തിലൊരു അടിപൊളി പടം ഇറങ്ങി എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഒരു ഇൻ്റർനാഷണൽ ലെവലിലൊരു ഫിലിമാണ് ഈ സംഭവം. വേറെ ലെവൽ, ഷോട്ടുകളാണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും എല്ലാം വേറെ ലെവലാണ്. നമുക്കൊരു കേരള പടം കണ്ട ഒരു ഫീലല്ല, ഒരു വേറെ ലെവൽ പടം. എന്തായാലും കേരളത്തിൽ നിന്ന് ഇതുപോലുള്ള പടങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ കേരള ഫിലിം ഇൻഡസ്ട്രി, മോളിവുഡ് വേറെ ലെവലിലേക്ക് എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം ബൈ.